Next concept is find the inverse Laplace transform by using the second shifting property or multiplication by e raised to s. The statement is as follows: if inverse Laplace transform of f bar s is equal to f of t, then we can find the inverse Laplace transform of e raised to minus as into f bar s is equal to, answer is f of t minus a into u of t minus a. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ബാർ എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ദെൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ്ഡ് മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? എഫ് ബാർ എസിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ എഫ് ബാർ എസ് ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് എ എസിൻ്റെ ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടി ഈസ് റിപ്ലേസ്ഡ് ബൈ ടി മൈനസ് എ, സോ യു വിൽ ഗെറ്റ് എഫ് ഓഫ് ടി മൈനസ് എ, then multiplied with the unit step function u of t minus a. ഓക്കെ, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതാണ് പ്രോബ്ലം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ? 1/s ഇൻറ്റു എഫ് ബാർ എസ്. എഫ് ബാർ എസിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് അറിയാമെങ്കിൽ എഫ് ബാർ എസ് ഡിവൈഡഡ് ബൈ എസ് അല്ലെങ്കിൽ 1/s ഇൻറ്റു എഫ് ബാർ എസ്. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിരുന്നത്? ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ആണ് അല്ലേ. ഈ എഫ് ബാർ എസിൻ്റെ ഇൻവേഴ്സിനെ, അതായത് എഫ് ഓഫ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ റിസൾട്ടും. ഹിയർ ഇതിനെ നമ്മൾ പേര് വിളിച്ചിരുന്ന മൾട്ടിപ്ലിക്കേഷൻ ബൈ 1/s എന്നോ അല്ലെങ്കിൽ ഡിവിഷൻ ബൈ എസ് എന്നായിരുന്നു അല്ലേ. ഡിവിഷൻ ബൈ എസ്, ഇൻവേഴ്സ് കാണാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിവിഷൻ ബൈ എസ്. എഫ് ബാർ എസ് ഡിവൈഡഡ് ബൈ എസ് ആൻസർ കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ അത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇ റൈസ്ഡ് ടു എസ്. അപ്പോൾ ഈ നെയിം തന്നെ ഒന്ന് റീനെയിം ചെയ്യാം, ഹെഡിങ് ഒന്ന് റീനെയിം ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇ റൈസ്ഡ് ടു എസ് ഓർ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ഇൻവേഴ്സ് കാണുന്ന ടെക്നിക്ക് അല്ലേ. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ഇ റൈസ്ഡ് ടു മൈനസ് എ എസ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. e raised to minus as into s divided by s square minus omega square. ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ e raised to minus as ഇൻവേഴ്സ് കാണാനുള്ള പ്രോബ്ലത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഇൻവേഴ്സ് കാണാനുള്ള പ്രോബ്ലത്തിൽ e raised to minus as എന്നുള്ളൊരു ടേം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം. ഇതിനെ ഞാൻ ആദ്യമേ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാണ് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഇ റൈസ്ഡ് ടു മൈനസ് എ എസ് ഇൻറ്റു റിമൈനിങ് ടേം ഒരു ബ്രാക്കറ്റിൽ എഴുതാണ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഒരു പ്രത്യേക രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇ റൈസ്ഡ് ടു മൈനസ് എ എസ് ഇൻറ്റു റിമൈനിങ് ടേം ഒരു ബ്രാക്കറ്റിൽ എഴുതുന്നു. ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ്ഡ് ടു മൈനസ് എ എസ് ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ ഞാനൊരു പുതിയ പേര് വിളിക്കുകയാണ് എഫ് ബാർ എസ്. Now this is in this form e raised to minus as into f bar s, where f bar s എന്നുള്ളത് എന്തായിരിക്കണം? e raised to minus as ഉം e raised to minus as ഉം രണ്ടിടത്തും ഉണ്ട്, യാതൊരു ചേഞ്ചും ഇല്ല. പക്ഷേ f bar s എന്നുള്ളത് എന്തായിരുന്നു? s ഡിവൈഡഡ് ബൈ s സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ് f bar s. ഓക്കെ, now this is equal to, ഇത് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണല്ലോ, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള ഒരു റിസൾട്ടാണ്. ഇൻവേഴ്സ് ഓഫ് ഇ റൈസ്ഡ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നാണ് ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ആൻസർ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എഫ് ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പും കൂടി അവശേഷിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതെന്താണ്? എങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക? എഫ് ബാർ എസ് നമുക്ക് ഇവിടെ ഉള്ളൂ. എഫ് ബാർ എസിൽ നിന്ന് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക. എഫ് ഓഫ് ടി കിട്ടിയതിന് ശേഷം എഫ് ഓഫ് ടി മൈനസ് എ കണ്ടുപിടിക്കുക. ഓക്കെ, സോ എഫ് ബാർ എസിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് ടി കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എഫ് ഓഫ് ടി മൈനസ് എ കണ്ടുപിടിക്കും. രണ്ട് സ്റ്റെപ്പും കൂടി ഉള്ളൂ അല്ലേ. സോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി? എഫ് ഓഫ് ടിയും എഫ് ബാർ എസും നമ്മളുടെ റിലേഷൻ എന്താണ്? നമുക്കറിയാം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എഫ് ബാർ എസ്. നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എഫ് ഓഫ് ടിയും എഫ് ബാർ എസും നമ്മുടെ റിലേഷൻ ആണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് എഫ് ബാർ എസ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ്
F bar s ന്റെ value substitute ചെയ്യാണ്. It is s divided by s square minus omega square, which is equal to what is inverse of s by s square minus omega square? നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണല്ലോ. s divided by s square plus omega square ആയിരുന്നുവെങ്കിൽ അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ cos omega t യുടെ ട്രാൻസ്ഫോം ആണ്. പക്ഷേ ഇവിടെ s divided by s square മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിലെ മൈനസ് സൈൻ ആയതുകൊണ്ട് അത് ഹൈപ്പർബോളിക് കൊസൈൻ ഫംഗ്ഷൻ ആണ്. cos h ഒമേഗ t യുടെ ട്രാൻസ്ഫോം ആണ് അല്ലേ. So inverse of s by s square minus omega square is cos h omega t. So we got the value of f of t. Therefore, what will be the value of f of t minus a? f of t minus a യുടെ വാല്യൂ എന്തായിരിക്കും? You just replace t by t minus a. t എവിടെയെങ്കിലും ഉണ്ടോ? അതിനെല്ലാം പകരമായിട്ട് t minus a കൊടുക്കുക. നമുക്ക് ആൻസറിലെ t ഉണ്ട്. ആ tക്ക് പകരം cos h omega t is replaced by t minus a. So this is the value of f of t minus a. f of t minus a യുടെ വാല്യൂ കിട്ടി അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get cos h omega of t minus a into u of t minus a. So this is the inverse. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. 2-3 സ്റ്റെപ്പേ ഉള്ളൂ അല്ലേ. ജസ്റ്റ് ഈ ക്വസ്റ്റിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വേണ്ട ഒരു കാര്യം. ഈ റിസൾട്ടിലേക്ക് മാറ്റിയെങ്കിൽ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the inverse Laplace transform of the following function. Find the inverse of 2s minus 10 divided by s cube into e raised to minus 5s. minus 10 divided by s cube into e raised to minus 5s. നമ്മൾ ആൾറെഡി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇ റേസ്റ്റ് മൈനസ് എ എസ് എന്നുള്ളൊരു ടേം ഏതെങ്കിലും ഇൻവേഴ്സ് കാണാനുള്ള പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രോബ്ലം അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിനെ മാറ്റിയിടണം അല്ലേ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇ റേസ്റ്റ് മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ് എന്ന രീതിയിലേക്ക് മാറ്റിയിടുക. അതിനുവേണ്ടി ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. ദിസ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ്, ആദ്യമേ എക്സ്പോണൻഷ്യൽ ടൈം എഴുതി ഇ റേസ്റ്റ് മൈനസ് 5s, ബാക്കിയുള്ളതിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നു. 2s minus 10 divided by s cube. ഓക്കെ, ആദ്യം എക്സ്പോണൻഷ്യൽ ടൈം എഴുതുന്നു, ബാക്കിയുള്ളതിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നു. നൗ ദിസ് ഈസ് ഓഫ് ദി ഫോം എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ്റ്റ് മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതി ചേർക്കേണ്ടത്? വേർ ഇ റേസ്റ്റ് മൈനസ് എ എസിൻ്റെ വാല്യൂ ഇ റേസ്റ്റ് മൈനസ് 5s ആകണം. അതോടൊപ്പം തന്നെ എഫ് ബാർ എസിൻ്റെ വാല്യൂ 2s minus 10 divided by s cube ആകണം. എങ്കിലേ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ. സോ വെയർ ഇ റേസ് ടു മൈനസ് എ എസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 5s, വിച്ച് ഇംപ്ലൈസ് എപ്പോഴാണ് ഇ റേസ് ടു മൈനസ് എ എസ് ഇ റേസ് ടു മൈനസ് 5s ആകുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എക്സ്പോണൻസ് തമ്മിൽ സെയിം ആകുന്ന എപ്പോഴാണ്? എയുടെ വാല്യൂ 5 ആകുമ്പോഴാണ് അല്ലേ. സോ വെൻ എ ഈസ് ഈക്വൽ ടു 5 ഇ റേസ് ടു മൈനസ് എ എസ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് 5s. അതുപോലെ തന്നെ എഫ് ബാർ എസ് എന്ന് പറയുന്നത് 2s minus 10 divided by s cube ആകണം. 2s minus 10 divided by s cube. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് വാല്യൂസ് എക്ക് പകരം 5 കൊടുക്കുക, അതുപോലെ തന്നെ എഫ് ബാർ എസിന് പകരം ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ ദിസ് എക്സ്പ്രഷൻ ഈസ് ഇൻ ദിസ് സ്റ്റാൻഡേർഡ് ഫോം. നൗ യു ക്യാൻ അപ്ലൈ ദിസ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ് ഇസ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, which is equal to f of, ഇവിടെ എയുടെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടിയായിരുന്നു അല്ലേ. എഫ് ഓഫ് ടി മൈനസ് 5 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 5. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടി ഉള്ളൂ. എന്താണ് ആ സ്റ്റെപ്പ്? എഫ് ഓഫ് ടി മൈനസ് 5ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി മൈനസ് 5ൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എഫ് ബാർ എസ് ഉണ്ടല്ലേ. എഫ് ബാർ എസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ബാർ എസ് ഇസ് ഈക്വൽ ടു 2s minus 10 divided by s cube. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് നമ്മുടെ എഫ് ഓഫ് ടി. അപ്പോൾ അതിന് ഇൻവേഴ്സ് കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് 2s divided by s cube minus 10 by s cube. ഈ എക്സ്പ്രഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. s by s cube is 1 by s square. So this is 2 by s square minus 10 by s cube. Now take the inverse Laplace transform on both sides. So f of t is equal to L inverse of f bar s, which is equal to L inverse of 2 by s square minus 10 by s cube, which is equal to
2 into L inverse of 1 by S square minus 10 into L inverse of 1 by S cube by linearity property. So this is equal to 2 into, what is inverse of 1 by S square? Inverse of 1 by S square is t. T യുടെ ട്രാൻസ്ഫോം ആണല്ലോ 1 by S square അല്ലേ? Minus 10 into, what is the inverse of 1 by S cube? It is t square by 2 factorial. T square by 2 factorial inverse transform ആണല്ലോ 1 by S cube. So this is equal to 2t minus, you can cancel 10 by 2 is 5t square. So this is the value of f of t. So what is f of t minus 5? Just to replace t by t minus 5. You will get 2 into t minus 5 minus 5 into t minus 5 the whole square. ഇത് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ ചെയ്യുക. So f of t minus 5ൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get 2 into t minus 5 minus 5 into t minus 5 the whole square. This is the value of f of t minus 5. Then multiplied with the unit function u of t minus 5. So this is the answer. The next question. Find the inverse Laplace transform of e raised to minus 3s divided by s minus 1 the whole cube. e raised to minus 3s divided by s minus 1 the whole cube inverse കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മുൻപ് സൂചിപ്പിച്ചതുപോലെ e raised to minus as എന്നുള്ള ഒരു ടേം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യുക. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫോം e raised to minus 3s ആദ്യം എക്സ്പോണൻഷ്യൽ ടേം എഴുതി ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. e raised to minus 3s into 1 by s minus 1 the whole cube. Now this is of the form L inverse of e raised to minus a s into f bar s. Okay, f bar s where എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചേർക്കേണ്ടത്? e raised to minus as must be equal to e raised to minus 3s. That is when എപ്പോഴായിരിക്കും e raised to minus asന്റെ വാല്യൂ e raised to minus 3s ആകണമെങ്കിൽ ഈ a യുടെ വാല്യൂ 3 ആയിരിക്കണം അല്ലേ? That is if minus a is equal to minus 3 or a is equal to 3. So we got the value of a. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ടേംസ് തമ്മിൽ കമ്പയർ ചെയ്തു. ഇനി അടുത്ത് നോക്കുക എഫ് ബാർ എസിൻ്റെ വാല്യൂ എന്തായിരിക്കണം? വേർ എഫ് ബാർ എസ് ഈസ് ഈക്വൽ ടു 1 by s minus 1 the whole cube. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളുമായി. Now this is equal to, now this is the standard form inverse of e raised to minus as into f bar s is equal to f of t minus a into u of t minus a. This is second shifting property. So this is f of t minus a into u of t minus a, which is equal to f of t minus, here a is equal to 3. A യുടെ വാല്യൂ 3 ആണ്, into u of t minus 3, which is equal to ഒറ്റ സ്റ്റെപ്പും കൂടി ഉള്ളൂ. എന്താണത്? f of t minus 3യുടെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? f of t minus 3യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ f bar s ൽ നിന്ന് f of t കണ്ടുപിടിക്കുക. So first find the value of f of t from f bar s. f bar s ൽ നിന്ന് f of t കണ്ടുപിടിക്കുക. So we know that f of t is equal to L inverse of f bar s, which is equal to L inverse of 1 by s minus 1 the whole cube, which is equal to ഏത് റിസൾട്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ സാധിക്കുക? നമുക്കറിയാമല്ലോ L inverse of 1 by s cube എന്നായിരുന്നുവെങ്കിൽ നമുക്കറിയാമല്ലോ L inverse of 1 by s cube ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 by s ക്യൂബിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് t സ്ക്വയർ by 2 ഫാക്ടോറിയൽ ആണ് അല്ലേ? പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ L inverse of 1 by s cube എന്നല്ല, s minus 1 the whole cube എന്നാണ് അല്ലേ? 1 by s cube എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട്. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ 1 by s cube അല്ല, 1 by s minus 1 the whole cube എന്നാണ്. 1 by s minus a ആയിരുന്നുവെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിട്ട് മാറിയാനെ? Find what is inverse of 1 by s minus a the whole cube, which is equal to, പറയാമോ? നമ്മൾ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എസിൻ്റെ സ്ഥാനത്ത് എല്ലാം, എസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എസ് മൈനസ് എ ആണ് വരുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് അല്ലേ? എസിൻ്റെ സ്ഥാനത്തെല്ലാം, എസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എസ് മൈനസ് എ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ അതനുസരിച്ച് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ പറയുന്നത്? ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഹിയർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ.
Okay, നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. L inverse of f bar of s minus a is equal to e raised to at into f of t എന്നാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എസിന്റെ സ്ഥാനത്തെല്ലാം s minus a ആണെങ്കിൽ f bar of s minus a which is equal to e raised to at s minus a e raised to at into f of t എന്നുള്ളത് 1 by s cube അല്ലെങ്കിൽ f bar s ന്റെ ഇൻവേഴ്സ് ആണ്, ദാറ്റ് ഈസ് t square by 2 factorial. പക്ഷേ ഇവിടെ എയ്ക്ക് പകരം നമുക്കുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ, എയ്ക്ക് പകരം s minus 1 ആണ്, s minus a അല്ല s minus 1. സോ ജസ്റ്റ് റീപ്ലേസ് a by 1. Replace a by 1. So the answer is L inverse of 1 by s minus 1 the whole cube is equal to e raised to t into L inverse of 1 by s cube, which is equal to e raised to t into t square by 2 factorial. Okay, shifting property ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതാണ് e raised to t into L inverse of 1 by s cube, which is equal to e raised to t into t square by 1 by s cube inverse t square by 2 factorial. ഇതാണ് നമ്മുടെ f of t യുടെ ആൻസർ. f of t യുടെ ആൻസർ ആണ്. So f of t is equal to e raised to t into t square by 2. Therefore, what is f of t minus 3? f of t minus 3 യുടെ വാല്യൂ ആണ് എന്ത് ചെയ്യണം? ജസ്റ്റ് റീപ്ലേസ് t by t minus 3. You will get e raised to t minus 3 into t minus 3 the whole square divided by 2. This is the value of f of t minus 3. ഈ f of t minus 3 യുടെ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get the answer e raised to t minus 3 into t minus 3 the whole square divided by 2 into the unit step function u of t minus 3. This is the answer. Next we have an application of second shifting property. There is a question. Find the current I of t in the RC circuit with a resistance is equal to 100 ohms, capacitance C is equal to 10 raised to minus 2 farad, and V of t is equal to 100 volts when t lies between 1 and 2 and is equal to 0 when t is greater than 2, and the initial current at time t is equal to 0 is 0. We have the RC circuit. R is equal to 10 ohms and C is equal to 10 raised to minus 2 farad, and V of t is equal to 100 volt when time t lies between 1 and 2 and is equal to 0 when t is equal to 2. T is greater than 2. ഇതിൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറന്റ് I of t. What is the current I of t in the given RC circuit? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് V of t ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് V of t യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രസ് V of t in terms of the unit step function. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് വി ഓഫ് ടിയെ മാറ്റി എഴുതാം. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഓർക്കുന്നുണ്ടോ, രണ്ട് വാല്യൂസ് ആണുള്ളത്. ആ രണ്ട് വാല്യൂസും ഈ വി യൂണിറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് യൂണിറ്റ് പ്രോബ്ലത്തിൽ എഴുതി ചേർക്കണമെന്നില്ല. ഫസ്റ്റ് വാല്യൂ പ്ലസ് സെക്കൻഡ് വാല്യൂ എന്നൊക്കെ നമ്മൾ എഴുതി ഓർക്കുന്നുണ്ടോ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ ഒരു മൾട്ടിപ്ലയറും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഫസ്റ്റ് വാല്യൂ ഇൻറ്റു എ മൾട്ടിപ്ലയർ പ്ലസ് സെക്കൻഡ് വാല്യൂ ഇൻറ്റു അനദർ മൾട്ടിപ്ലയർ. അങ്ങനെയാണല്ലോ ഒരു ഫംഗ്ഷനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം 100 ഇൻറ്റു വി ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എഴുതുന്നില്ല. 100 ഇൻറ്റു 1 ലെസ് ദാൻ t ലെസ് ദാൻ 2 എന്നുള്ളത് മാറി u ഓഫ് t മൈനസ് 1 മൈനസ് u ഓഫ് t മൈനസ് 2 ആയി. 1 ലെസ് ദാൻ t ലെസ് ദാൻ 2 becomes u of t minus 1 minus u of t minus 2. Then t is greater than 2 means u of t minus 2. So we can simplify this. This is equal to 100 into u of t minus 1 minus u of t minus 2 plus 0 into u of t minus 2. 0 into u of t minus 2 is 0. So here we have expressed v of t in terms of the unit step function. So this is the value of v of t. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറണ്ട് I of t കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലേ? നമുക്കറിയാം ബൈ കിർച്ചോഫ്സ് ലോ. Second step, we know that by Kirchhoff's law,
the current I in this circuit is given by current I or I of t in this circuit is given by the equation R into I of t plus 1 by c into integral 0 to t I of t dt is equal to V of t എന്നാണ്. Kirchhoff's law തരുന്ന ഇക്വേഷൻ ആണ്. Resistance R into I of t plus 1 by c into integral 0 to t I of t dt is equal to V of t. Voltage across the closed circuit is always 0 എന്നാണല്ലോ Kirchhoff's law പറയുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. This is an equation R into I of t plus 1 by c into integral 0 to t I of t dt is equal to V of t. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I of t കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് I of t യുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. R is equal to 10 ohms. അതുപോലെ തന്നെ സിയുടെ വാല്യൂ 10⁻⁻2 ഫാരഡ്. അതുപോലെ തന്നെ V of t യുടെ വാല്യൂ എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ 10 ആണ്. സോ 10 into I of t plus 1 by c 1 divided by c is 10⁻⁻2 1 by c is 10⁻⁻2 into integral 0 to t I of t dt is equal to V of t. V of t യുടെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. V of t has been expressed in terms of the unit step function, that is 100 into u of t minus 1 minus u of t minus 2. Okay, so this is equal to 10 into I plus 1 by 10⁻⁻2 is 10⁻² plus 2 or 100 into integral 0 to t I of t dt is equal to 100 into u of t minus 1 minus u of t minus 2. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പോവാണ്. ടേക്കിംഗ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. Take the Laplace transform on both sides of this equation. You will get Laplace transform of 10 into I plus 100 into integral 0 to t I of t dt. അതാണല്ലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ദി റൈറ്റ് ഹാൻഡ് സൈഡ് 100 into u of t minus 1 minus u of t minus 2. Now apply linearity property. Linearity property പറയുന്നത് എന്താണ്? ഓരോ ടേമിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 10 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് I plus 100 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് integral 0 to t I of t dt is equal to, take 100 outside, 100 into Laplace transform of u of t minus 1 minus Laplace transform of u of t minus 2. 100 വെളിയിൽ എടുത്തു. 100 into Laplace transform of the first term minus Laplace transform of the second term. So that is 10 into Laplace transform of phi എന്താണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ബാർ എന്നാണ്, എഫ് ബാർ ഓഫ് എസ്, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് ടി, വൈ ഓഫ് ടീനെ നമ്മൾ വൈ ബാർ എസ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഐ ഓഫ് ടി അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഐ എന്ന് പറയുന്നതിന് നമുക്ക് ഐ ബാർ എസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഐ ബാർ എസ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഐ ഈസ് ഐ ബാർ എസ് പ്ലസ് 100 ഇൻറ്റു ഇതെന്താണ്, നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടല്ലോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടിയെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു എഫ് ബാർ എസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട്. Laplace transform of integral, that is Laplace transform integral 0 to t f of t dt is equal to 1/s times transform of f of t. Transform f of t ആണ് നമ്മൾ f bars എന്ന് വിളിക്കുക.
ഇപ്പോൾ ഇൻ്റഗ്രൻറ്റിൻ്റെ ട്രാൻസ്ഫോം കാണുക, എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t I of t dt എന്തായിരിക്കും? ജസ്റ്റ് എഫിന് പകരം ഐ ഓഫ് ടി ആണെന്നുള്ളത്, എഫിന് പകരം ഐ കൊടുക്കുക. ദിസ് ഈസ് ഐ ബാർ എസ് ഡിവൈഡഡ് ബൈ എസ് എന്നായിട്ട് മാറും, അല്ലെങ്കിൽ 1/s ഇൻറ്റു ഐ ബാർ എസ്. ആ റിസൾട്ടാണ് ഇവിടെ എഴുതുക. 100 ഇൻറ്റു 1/s ഇൻറ്റു ഐ ബാർ എസ്, 100 ഇൻറ്റു 1/s ഇൻറ്റു ഐ ബാർ എസ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 1. നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് as ബൈ എസ്. ഇവിടെ നമുക്ക് റീപ്ലേസ് എ ഈസ് ഈക്വൽ ടു 1, യു വിൽ ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് അല്ലേ. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 1 സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, പെട്ടെന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് 100 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് മൈനസ് വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 2. വീണ്ടും അതേ റിസൾട്ട് ഉപയോഗിക്കുക. റീപ്ലേസ് എ ഈസ് ഈക്വൽ ടു 2, then Laplace transform of u of t minus 2 is equal to e raised to minus 2s by s. So e raised to minus 2s by s. So we got an equation containing I bar s. I bar s ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ആയല്ലേ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഐ ബാർ എസിന്റെ ടേംസ് ഒക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, കളക്ടിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഐ ബാർ എസ്. ഐ ബാർ എസ് ഇൻറ്റു ഇവിടെ ഉള്ളത് ഒരു 10 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 100/s ഉണ്ട്. ഓക്കെ, ഐ ബാർ എസ് ഇൻറ്റു 10 ആദ്യത്തെ ടൈം കിട്ടി, ഐ ബാർ എസ് ഇൻറ്റു 100/s സെക്കൻഡ് ടൈം കിട്ടി, ഈസ് ഈക്വൽ ടു ഇവിടെ വേണമെങ്കിൽ നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് 1/s വെളിയിലെടുക്കാം. 100/s ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് 2s, ടേക്ക് 1/s ഔട്ട് സൈഡ്. ഓക്കെ, നമുക്കൊന്ന് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഐ ബാർ എസ് ഇൻറ്റു LCM എടുത്ത് സിംപ്ലിഫൈ എന്ത് കിട്ടും? 10s plus 100 the whole divided by s is equal to 100 divided by s into e raised to minus s minus e raised to minus 2s divided, okay, e raised to minus s minus e raised to minus 2s. Now multiply both sides by s. രണ്ട് സൈഡിലും നമുക്ക് s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു s ഉണ്ട്, ഇവിടെയും ഉണ്ട് ഒരു ഡിനോമിനേറ്ററിൽ s, അത് ക്യാൻസൽ ചെയ്ത് കളയാം. കോമൺ ഫാക്ടർ ആണല്ലോ, ക്യാൻസൽ ചെയ്ത് കളയാം. Now simplifying, you will get I bar s into ഇവിടെ 10s plus 100 ഉണ്ട്, you can take 10 outside, 10 into s plus 10, 10s plus 100 നിന്ന് 10 വെളിയിലെടുക്കുക, you will get 10 into s plus 10 is equal to 100 into e raised to minus s minus e raised to minus 2s. Now divide by the coefficient of I bar s. You will get I bar s is equal to, I bar s ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി I bar s ന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യുക. സോ 100 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു എസ് പ്ലസ് 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് 2s. കുറച്ച് ടൈംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു 10ഉം ന്യൂമറേറ്ററിലെ ഒരു 10ഉം ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ് I bar s is equal to 10 into e raised to minus s by s plus 10. ഈ ബ്രാക്കറ്റ് ഞാൻ മൾട്ടിപ്ലൈ ആണ്, 1/s plus 10 കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തതാണ്. സോ യു വിൽ ഗെറ്റ് e raised to minus 2s divided by s plus 10. 1/s plus 10 കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് I bar s ന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി കറന്റ് I of t ആണല്ലേ. I of t യുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. I of t യുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? I of t യും I bar s തമ്മിലുള്ള റിലേഷൻ എന്താണ്? I of t യും I bar s തമ്മിലുള്ള റിലേഷൻ, we know that I of t is equal to L inverse of I bar s, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് I of t നെ ആണല്ലോ നമ്മൾ I bar s എന്ന് വിളിക്കുന്നത് അല്ലേ. I bar s is the Laplace transform of I of t. അപ്പോൾ ഇവിടെ I bar s ന്റെ വാല്യൂ കിട്ടി. I bar s ന്റെ വാല്യൂ നിന്ന് I of t കണ്ടുപിടിക്കാൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ദി inverse Laplace transform. Take the inverse Laplace transform on both sides. We get L inverse of I bar s is equal to 10 into
ഓരോ ടേമിൻ്റെ ഇൻവേഴ്സ് അപ്ലൈ ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. എൽ ഇൻവേഴ്സ് ഓഫ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഐ ഓഫ് ടി. ഐ ബാർ എസിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ ഐ ഓഫ് ടി എന്ന് വിളിക്കുക. ദി കറണ്ട് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ കിട്ടും. ഇറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10 minus L inverse of e raised to minus 2s divided by s plus 10, which is equal to 10 into ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ സൂചിപ്പിച്ചാണല്ലോ, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഇൻവേഴ്സ് കാണാനുള്ള പ്രോബ്ലത്തിൽ ഇ റേസ് ടു മൈനസ് എസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യമേ ഈ ടേമിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇ റേസ് ടു മൈനസ് എസ് എന്നുള്ളൊരു ടേം ഈ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതുക. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ബാക്കിയുള്ള ടേമിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്ത് എഴുതുകയാണ്. 1 by s plus 10. Now this is of the form L inverse of e raised to minus a s into f bar s. Now this is in the form e raised to minus a s into f bar s, where e raised to minus a s and e raised to s are equal. e raised to minus a s ഉം e raised to minus s ഉം ഈക്വൽ ആകണം. അത് എപ്പോഴാണ് ഈക്വൽ ആവുക? e raised to minus a s ഉം e raised to minus s ഉം കൂടി ഈക്വൽ ആകണമെങ്കിൽ a യുടെ വാല്യൂ 1 ആയിരിക്കണം അല്ലേ. ആൻഡ് f bar s എന്തായിരിക്കണം? f bar s is equal to f bar s സ്ഥാനത്ത് 1 by s plus 10 ആയിരിക്കണം. ഓക്കെ, f bar s is equal to 1 by s plus 10 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് അറിയാമല്ലോ. f of t is equal to L inverse of f bar s, which is equal to L inverse of 1 by s plus 10, which is equal to, what is inverse of 1 by s plus 10? That is e raised to minus 10 t. Okay, now what is this what is inverse of e raised to minus as into f bar s? നമുക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടി ആണല്ലോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇവിടെ നോക്കിയാൽ മതി, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. ഇൻവേഴ്സ് ഓഫ് ഇ റേസ് മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. സോ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, വിച്ച് ഈസ് ഈക്വൽ ടു, വി ഗോട്ട് ദി വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് ടി മൈനസ് 1 എന്താണ്? എഫ് ഓഫ് ടിയുടെ വാല്യൂ കിട്ടിയല്ലോ. എഫ് ഓഫ് ടി ഈസ് ഇ റേസ് ടു മൈനസ് 10t. സോ എഫ് ഓഫ് ടി മൈനസ് 1, ജസ്റ്റ് റീപ്ലേസ് ടി ബൈ ടി മൈനസ് 1, യു വിൽ ഗെറ്റ് ഇ റേസ് ടു മൈനസ് 10 ഇൻറ്റു ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി മൈനസ് 1, യു വിൽ ഗെറ്റ് ഇ റേസ് ടു മൈനസ് 10 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. സോ ദിസ് ഈസ് ദി വാല്യൂ ഓഫ് ദി ഫസ്റ്റ് ടേം, ഇ റേസ് ടു മൈനസ് 10 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി നമുക്ക് ഒരു ടേമിൻ്റെ കൂടെ ആൻസർ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10ൻ്റെ ആൻസർ ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുക. നമുക്ക് അതും കൂടെ ചെയ്ത് നോക്കിയേക്കാം. So minus, find the inverse of e raised to minus 2s divided by s plus 10, which is equal to e raised to minus 2s ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്, അതുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കണം. e raised to minus 2s into 1 by s plus 10, which is of the form L inverse of f bar, sorry, e raised to minus a s into f bar s, where e raised to minus a s ഉം e raised to minus 2s ഉം കൂടെ സെയിം ആകണമെങ്കിൽ എയുടെ വാല്യൂ 2 ആയേ പറ്റൂ അല്ലേ. e raised to minus a s must be equal to e raised to minus 2s. That is when a is equal to 2 and f bar s is equal to 1 by s plus 10. Therefore f of t is equal to inverse of f bar s, that is e raised to minus 10t. Okay, now you can apply the second shifting property. So by second shifting property, inverse of e raised to minus as into f bar s is equal to f of t minus a into u of t minus a, which is equal to, we know that a is equal to 2, which is equal to f of t minus 2 into u of t minus 2. Now find the value of f of t minus 2. We already got the value of f of t.
f of t is e raised to minus 10t. So just replace t by t minus 2. You will get f of t minus 2 is equal to e raised to minus 10 into t minus 2. t ക്ക് പകരം t minus 2 കൊടുക്കുക. Now substitute the value of f of t minus 2 here. You will get e raised to minus 10 into t minus 2 into u of t minus 2. ഈ വാല്യൂ ആണ് നമുക്ക് ഇവിടെ എഴുതി ചേർക്കേണ്ടത് അല്ലേ. ഇൻവേഴ്സ് ഓഫ് e raised to minus 2s divided by s plus 10 is equal to e raised to minus 10 into t minus 2 into u of t minus 2. So this is the current I of t in the given RC circuit.